കോവിഡ് പ്രതിസന്ധിയിൽ നിന്നെല്ലാം ഉയർന്നെഴുന്നേറ്റ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ തൊഴിലിടങ്ങളിലേക്ക് തിരികെ മടങ്ങുകയാണ്. അതേസമയം തൊഴിലില്ലായ്മ നിരക്കും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തൊഴിൽ വിപണിയിലും കടുത്ത മത്സരം നേരിടുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ജോലി കണ്ടെത്താൻ വിഷമിക്കുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒരു പ്രത്യേക തൊഴിൽ മേഖല ഉന്നം വെച്ചുള്ള പഠനമല്ല നടത്തിയിരിക്കുന്നതെങ്കിൽ, അത്തരമൊരു ആസൂത്രണം നടത്തിയിട്ടില്ല എങ്കിൽ നിലവിൽ ഏറ്റവും അധികം ഒഴിവുകളുള്ള തൊഴിലുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ആദ്യത്തേത് അധ്യാപക തസ്തികയാണ്. ഒരു കാലത്ത് ഏറ്റവും അധികം പ്രതിഫലം ലഭിച്ചിരുന്നതും ആദരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഈ തൊഴിലിന് ഇപ്പോൾ ആളുകൾ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. 2023 സർക്കാർ കണക്കുകൾ കണക്കാക്കുന്നത് സെക്കൻഡറി സ്കൂൾ അധ്യാപക തസ്തികയിലേക്ക്, പ്രത്യേകിച്ചും ഫിസിക്സ് അധ്യാപക തസ്തികയിലേക്ക് ആവശ്യമായതിന്റെ 50% പേരെ മാത്രമേ നിയമിക്കാനായിട്ടുള്ളൂ എന്നാണ്. വലിയ ക്ലാസ് മുറികൾ, കനത്ത ജോലി ഭാരം, പ്രതീക്ഷിച്ചതിലും കുറവ് ശമ്പളം, ഉയർന്ന നിലവിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നീ ഘടകങ്ങളാണ് ഈ തസ്തികയെ ആകർഷകമാക്കിയായി മാറ്റിയിരിക്കുന്നത്. എളുപ്പം ലഭിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ തൊഴിൽ ലോറി ഡ്രൈവർമാരുടേതാണ്. ചരക്കുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യുന്നതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുമ്പോഴും ഈ തൊഴിൽ ചെയ്യാൻ വളരെ കുറവ് ആളുകൾ മാത്രമാണ് മുന്നോട്ട് വരുന്നത്. വീട്ടിൽ നിന്നും അധികകാലം മാറി നിൽക്കേണ്ടി വരിക, നിരത്തുകളിലെ ദീർഘസമയം ചെലവഴിക്കേണ്ടി വരിക, അതുപോലെ ശാരീരികമായ കഠിനാധ്വാനം ചെയ്യേണ്ടി വരിക തുടങ്ങിയവയാണ് ആളുകളെ ഈ തൊഴിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ തൊഴിലിന്റെ സ്വഭാവം പ്രതികൂലമായി ബാധിക്കുന്നതായി അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ തെളിഞ്ഞിരുന്നു. ജീവിതവും തൊഴിലും തമ്മിലുള്ള സന്തുലനം പാലിക്കാൻ കഴിയാതെ വരുന്നതിനാൽ നിരവധി പേരാണ് ജോലിയിൽ കയറി 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ വിട്ടുപോകുന്നത്. സാഹസികതയും തൊഴിൽ സ്ഥിരതയും തേടുന്നവർക്ക് ഒരു കാലത്ത് ആകർഷകമായ ഒന്നായിരുന്നു സൈനിക ജോലി. എന്നാൽ ഇപ്പോൾ പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ ഏറെ കഷ്ടപ്പെടുക എന്നതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിയമിക്കപ്പെട്ടേക്കാം എന്നുൾപ്പെടെയുള്ള സൈനിക ജീവിതത്തിലെ അപകട സാധ്യതയാണ് പ്രധാനമായും പലരും അതിൽ നിന്നും പിന്മാറുന്നത്. അതുപോലെ കടുത്ത ശാരീരിക ക്ഷമതയും മനോധൈര്യവും ഇതിന് ആവശ്യമായി എന്നതും പലരെയും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ശീതയുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഏകദേശം 2 ലക്ഷം സൈനികരുടെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വ്യോമസേനകളിലാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ സൈന്യമാണ് ഇപ്പോഴുള്ളത്. നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നതും സമൂഹത്തിൽ പെരുകുന്ന കുറ്റകൃത്യ നിരക്കും പോലീസ് ഉദ്യോഗസ്ഥനും ആവശ്യക്കാരെ കുറച്ചു എന്ന കണക്കുകൾ വെളിപ്പെടുത്തുന്നു. സമ്മർദ്ദമേറെയുള്ള ജോലിയാണെന്നും പൊതുമാധ്യമത്തിൽ വിചാരണ ചെയ്യപ്പെട്ടേക്കാം എന്നതും പുതിയ തലമുറയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള താല്പര്യം കുറഞ്ഞിരിക്കുകയാണ്. സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും അതുപോലെ വൈകാരിക സമ്മർദ്ദവും ഒരിക്കൽ ഏറെ ആളുകൾ ആശ്രയിച്ചിരുന്ന ഈ തൊഴിലിൽ ആകർഷണീയത കുറയുകയാണെന്ന് മനസ്സിലാക്കാം. ക്ലീനർമാരുടെ ആവശ്യകതയും ഇന്ന് ഏറെ കൂടുതലാണ്. താരതമ്യേന കുറഞ്ഞ വേതനവും ശാരീരിക അധ്വാനവും കൂടുതലായി വേണമെന്നും ധാരാളം പേരെ ഈ തൊഴിലിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഇതാണ് ബ്രിട്ടനിൽ മാറുന്ന തൊഴിൽ വിപണിയുടെ നിലവിലെ ഘടന. പല മേഖലകളിലും ഓട്ടോമേഷൻ ജീവിതവും തൊഴിലും തമ്മിലുള്ള സന്തുലനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മനോനിലയിൽ വന്ന മാറ്റം എല്ലാ തൊഴിൽ വിപണിയിലും പുതിയ പ്രവണതകൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ തൊഴിൽ വിപണിയിൽ ഈ മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുത്താൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വലുതാണ്.